ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 14, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കേരളത്തിൽ കർഷക അവാർഡ് പ്രഖ്യാപിച്ചു. കൂടാതെ വുഷു എന്ന ഗെയിമിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു മെഡൽ ലഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവർ ട്രെയിൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നാളെ ഇൻഡിപെൻഡൻസ് ഡേ. ഇതുമായി ബന്ധപ്പെട്ട് 210 പഞ്ചായത്ത് ലീഡേഴ്സിനെയാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയി ബന്ധപ്പെട്ട് പങ്കെടുപ്പിക്കാൻ പോകുന്നത്. 15ാമത്തെ ഹോക്കി ഇന്ത്യ ജൂനിയർ വുമൻസ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജാർഖണ്ഡ് വിജയിച്ചു. ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്കറിയ പിള്ളை ഫ്രം നെല്ലപ്പള്ളി ഇൻ പാലക്കാട് ഇസ് ദ ബെസ്റ്റ് ഫാർമർ. പാലക്കാട് നെല്ലപ്പള്ളി സ്വദേശിയായ സ്കറിയ പിള്ളയാണ് മികച്ച കർഷകൻ. കേരള കർഷക അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 13 സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ 2024 സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? പാലക്കാട് സ്വദേശിയായിട്ടുള്ള സ്കറിയ പിള്ളை CJ ആണ് 2024 സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 13 ഓഗസ്റ്റ്, അതായത് ഇന്നലെയാണ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിലാണ് കർഷക അവാർഡുകളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് സ്കറിയ പിള്ളை CJക്ക് ലഭിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 13 2024 കേരള സംസ്ഥാന ഫാം അവാർഡുകൾ പ്രഖ്യാപിച്ചത് ആരാണ്? കൃഷിമന്ത്രി P. പ്രസാദ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ, അതായത് കൃഷിമന്ത്രിയാണ് P. പ്രസാദ്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ 13, അതായത് ഇന്നലെ കേരള സ്റ്റേറ്റ് ഫാം അവാർഡുകൾ, കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 കേരള സംസ്ഥാന ഫാം അവാർഡുകളിൽ എത്ര വിഭാഗത്തിലുള്ള കാർഷിക അവാർഡുകൾ നൽകി? 46 വിഭാഗങ്ങൾ. 46 കാറ്റഗറീസിലാണ് അവാർഡുകൾ ഉള്ളത്. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. നല്ല പഞ്ചായത്ത്, കൃഷി നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല ട്രാൻസ്ജെൻഡർ, കൂടാതെ തന്നെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള കൃഷികൾ, ഇതേപോലുള്ള 46 കാറ്റഗറീസിലാണ് അവാർഡ് നൽകുന്നത്. 2024 കേരള സംസ്ഥാന ഫാം അവാർഡുകളിൽ മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് ആലപ്പുഴയിൽ നിന്നുള്ള ആർക്കാണ് ലഭിച്ചത്? ഹരിപ്പാടിലെ ഡാണപ്പാടിയിലെ വാണി വി. വാണി വിക്കാണ് കർഷക തിലകം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 കേരള സ്റ്റേറ്റ് ഫാം അവാർഡിലാണ് ഹരിപ്പാടിലെ ഡാണപ്പാടിയിലുള്ള വാണി വിക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിബി കല്ലിങ്കൽ മെമ്മോറിയൽ അവാർഡ് ആണെങ്കിൽ സ്കറിയ പിള്ളை CJ. കാർഷിക മികവിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള C. അച്യുതമേനോൻ സ്മാരക അവാർഡ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് ലഭിച്ചത്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ് ഈ പ്രാവശ്യത്തെ കേരള സ്റ്റേറ്റ് ഫാം അവാർഡുകളിൽ ദ ബെസ്റ്റ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് അറിയപ്പെടുന്നത് C. അച്യുത മേനോൻ മെമ്മോറിയൽ അവാർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ വനിതകളിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വുമൺ ഫാർമറിന് അറിയപ്പെടുന്ന അവാർഡ് ആണ് കർഷക തിലകം അവാർഡ്. ഏറ്റവും നല്ല കർഷകൻ എന്ന അവാർഡ് അറിയപ്പെടുന്നത് സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, നമ്രത ബത്ര വിൻസ് സിൽവർ മെഡൽ ഇൻ വുഷു. വുഷുവിൽ ചരിത്ര വെള്ളി മെഡൽ നേടി നമ്രത ബത്ര. വുഷു എന്ന ഗെയിം ഇതൊരു മാർഷൽ ആർട്സ് ആണ്. കുങ്ഫു പോലുള്ള ഒരു മാർഷൽ ആർട്സ് ആണ് വുഷു. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഗെയിമിൽ മെഡൽ ലഭിക്കുന്നത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. 2025 ചൈനയിൽ നടന്ന ലോക ഗെയിംസിൽ വെള്ളി നേടി ലോക ഗെയിംസിൽ വുഷു മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? നമ്രത ബത്ര. 52 കിലോഗ്രാം സാൻഡ മത്സരം. സാൻഡ എന്ന കാറ്റഗറിയിലാണ് നമ്രത ബത്രയ്ക്ക് സിൽവർ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേൾഡ് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. ഈ ഒരു വേളയിലാണ്, അതേ മത്സരത്തിലാണ് വുഷു എന്ന ആ ഈവൻറ്റിൽ നമ്രത ബത്രയ്ക്ക് 52 കിലോഗ്രാം സാൻഡ മത്സരത്തിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അതായത് സിൽവർ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ലോക ഗെയിംസിന്റെ ചരിത്രത്തിൽ വുഷു മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? നമ്രത ബത്ര. നമ്രത ബത്രയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വുഷു എന്ന ഗെയിംസ്, അതായത് കുങ്ഫു പോലെയുള്ള ഒരു മാർഷൽ ആർട്സിൽ മെഡൽ ലഭിക്കുന്നത്. അത് സിൽവർ മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത് നമ്രത ബത്ര. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ഗെയിംസിലാണ്. 17ഓളം പേര് ആണ് ഈ പ്രാവശ്യത്തെ വേൾഡ് ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
2025 ചൈനയിൽ നടന്ന ലോക ഗെയിംസിൽ നമ്രത ബത്രയ്ക്കെതിരെ 52 കിലോഗ്രാം സാൻഡ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? മെൻഗ്യു ചെൻ. മെൻഗ്യു ചെൻ ആയിരുന്നു നമ്രത ബത്രയുടെ എതിരാളി. 52 കിലോഗ്രാം സാൻഡ ഇവന്റിൽ ആണ് മെൻഗ്യു ചെൻ സാന്ദ്ര ബത്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്ക് സിൽവർ മെഡൽ ലഭിച്ചെങ്കിലും ഇന്ത്യ ആദ്യമായിട്ടാണ് വുഷു എന്ന ഗെയിംസിൽ മെഡൽ നേടുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിൻ ഇസ് റെഡി ടു ലോഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഇതൊരു വലിയൊരു മാറ്റമാണ്. അതായത് ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള ട്രെയിൻ ആണ് ഇന്ത്യ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് പൂർണ്ണമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ മേഖലയിലേക്കാണ് ഇന്ത്യയുടെ ഈ ഒരു മാറ്റം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് റൂട്ടിലാണ് ഇന്ത്യൻ റെയിൽവേ 136 കോടിയുടെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ ആരംഭിക്കാൻ പോകുന്നത്? ഹരിയാനയിലെ ജിൻഡ് സോണിപത്ത് റൂട്ട്. ഹരിയാനയിലാണ് ജിൻഡ് സോണിപത്ത് റൂട്ട്. ഇവിടെയാണ് ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള ഒരു എൻജിൻ 136 കോടി മുടക്കിക്കൊണ്ടുള്ള ആ ഒരു എൻജിൻ്റെ ആ ഒരു നിർമ്മാണം പൂർത്തിയാക്കുകയും അതിന് ട്രയൽ റൺ നടത്തുകയും ഇനി അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഹരിയാനയിലെ ജിൻഡ് സോണിപത്ത് റൂട്ടിലാണ് ഈ ഒരു ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ ആണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഏത് റെയിൽവേ ഫാക്ടറിയിലാണ് ഹൈഡ്രജൻ പവർ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്? ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വെച്ചാണ് ഈ ഒരു ട്രെയിനിന്റെ ട്രയൽ റൺ നടത്തിയിട്ടുള്ളതും. ഇപ്പോൾ അതിന്റെ അടുത്ത ലോഞ്ചിങ് എന്നത് ഹരിയാനയിലെ ജിൻഡ് സോണിപത്ത് റൂട്ടിലാണ്. ഹൈഡ്രജൻ പവർ ട്രെയിൻ ആരംഭിച്ചതിന് ശേഷം ആഗോളതലത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്തായിരിക്കും? 5ാമത്തെ രാജ്യം. ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഹൈഡ്രജൻ പവർ ട്രെയിൻ ഉള്ള ആ ഒരു രാജ്യം. 5ാമത്തെ സ്ഥാനമായിരിക്കും ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഹൈഡ്രജൻ പവർ ട്രെയിൻ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു മാറ്റം. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ വഴി എത്ര യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയും? 2600 യാത്രക്കാർ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ ആണ് ഹൈഡ്രജൻ പവർ എൻജിൻ. ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള ആ ഒരു ട്രെയിൻ എൻജിൻ ഇതായിരിക്കുള്ളൂ ഇനി അടുത്തൊരു മാറ്റത്തിലേക്ക്. ഹരിയാനയിലെ ജിൻഡ് സോണിപത്ത് റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആ ഒരു ട്രെയിൻ സർവീസ് നടത്താൻ പോകുന്നത്. ഈ ഒരു എൻജിൻ നിർമ്മിച്ചിട്ടുള്ളത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അടുത്തൊരു ഹെഡിംഗ് ആണ് 210 പഞ്ചായത്ത് ലീഡേഴ്സ് ടു അറ്റൻഡ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ 210 പഞ്ചായത്ത് നേതാക്കൾ. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നാളെയാണ് സ്വാതന്ത്ര്യദിനം. 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള എത്ര പഞ്ചായത്ത് പ്രതിനിധികൾ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും? 210 പഞ്ചായത്ത് പ്രതിനിധികൾ. 210 പഞ്ചായത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് വരാൻ പോകുന്ന നാളത്തെ ഇൻഡിപെൻഡൻസ് സെലിബ്രേഷൻ ആയിട്ട് പങ്കെടുക്കാൻ പോകുന്നത്. അതായത് 28 സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസ് നിന്ന് വരുന്ന പഞ്ചായത്ത് ലീഡേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ 210 പഞ്ചായത്ത് പ്രതിനിധികളെ പ്രത്യേക അതിഥികളായി ഏത് മന്ത്രാലയം ആദ്യത്വം വഹിക്കും? പഞ്ചായത്ത് രാജ് മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ അണ്ടറിലാണ് 210 പഞ്ചായത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കാൻ പോകുന്നത് ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 210 പഞ്ചായത്ത് പ്രതിനിധികളെ പ്രത്യേക അതിഥികളായി എവിടെ ആദ്യത്വം വഹിക്കും? ഓഗസ്റ്റ് 15 ന്യൂഡൽഹിയിൽ ചെങ്കോട്ട. ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയിൽ വെച്ചായിരിക്കുള്ളൂ 210 പഞ്ചായത്ത് റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുപ്പിക്കുന്നത്. AI പവേർഡ് സഭാസാർ ആപ്ലിക്കേഷന്റെ പ്രകാശനവും ഗ്രാമോദയ സങ്കല്പ മാസികയുടെ 16ാം ലക്കത്തിന്റെ പ്രകാശനവും ഏത് അവസരത്തിലാണ്? 79ാം സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ ഒരു AI പവേർഡ് സബ്സാർ ആപ്ലിക്കേഷനും ഒപ്പം തന്നെ ഗ്രാമോദയ സങ്കല്പ് മാഗസിന്റെ 16ാമത്തെ ലക്കവും 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്ന്, അതായത് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് AI പവേർഡ് സബ്സാർ ആപ്ലിക്കേഷൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്
15th ഹോക്കി ഇന്ത്യ ജൂനിയർ വിമൻസ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2025. 15ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2025. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യ ജൂനിയർ വുമൻസ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 15ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2025 ആരാണ് കിരീടം നേടിയത്? ഹോക്കി ജാർഖണ്ഡ് ആണ് ഈ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ വെച്ചാണ്. 2025 ഓഗസ്റ്റ് 12 ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ നടന്ന 15ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2025 2ാം സ്ഥാനം നേടിയത് ആരാണ്? ഹോക്കി ഹരിയാന. ജാർഖണ്ഡും ഹരിയാനയും തമ്മിലുള്ള ആ മത്സരത്തിലാണ് ജാർഖണ്ഡ് വിജയിക്കുകയും ജാർഖണ്ഡ് കിരീടം കരസ്ഥമാക്കുകയും ഹരിയാന 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളതും 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ആണ്. ഈ മത്സരം നടന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ വെച്ചാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ലോഞ്ചസ് ശ്രേഷ്ഠ. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ശ്രേഷ്ഠ ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠ എന്നൊരു പുതിയ തുടക്കം, ഇത് എന്തുമായി ബന്ധപ്പെട്ട ഒന്നാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 12 ന്യൂഡൽഹിയിൽ സംസ്ഥാന ആരോഗ്യ നിയന്ത്രണ മികവ് സൂചിക സംരംഭം ആരംഭിച്ചത് ആരാണ്? കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ശ്രേഷ്ഠ, അതായത് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ്, ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 12 ഓഗസ്റ്റ് ആണ്. കേന്ദ്രത്തിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പുനിയ സലീല ശ്രീവാസ്തവയാണ് ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച സംസ്ഥാന ആരോഗ്യ നിയന്ത്രണ മികവ് സൂചികയുടെ ലക്ഷ്യം എന്താണ്? മരുന്നുകളുടെ ഗുണനിലവാരവും സുരക്ഷയും വർദ്ധിപ്പിക്കുക. ടു ബൂസ്റ്റ് ഡ്രഗ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, അതാണ് പ്രധാനമായിട്ടും പറയുമ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് ശ്രേഷ്ഠയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ് ശ്രേഷ്ഠ എന്ന് പറയുന്നത്. കാരണം ഡ്രഗ്സിന്റെ ക്വാളിറ്റി ഒന്നുകൂടി ബെറ്റർ ലെവലിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ സേഫ്റ്റിയും. സംസ്ഥാന ആരോഗ്യ നിയന്ത്രണ മികവ് സൂചിക എന്ന സംരംഭം ആരാണ് നിർദ്ദേശിച്ചത്? സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, CDSCO എന്നറിയപ്പെടുന്ന സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ മരുന്നുകളുടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതനുസരിച്ച് അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ്, അവരുടെ പ്രപ്പോസൽ ആണ്, അതായത് ശ്രേഷ്ഠ എന്ന് പറയുന്ന ഈ ഒരു പുതിയ തുടക്കം, അതായത് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഡ്രഗ്സിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് ഹെഡിംഗ് ആധാർ ഫേസ് ഒതന്റിക്കേഷൻ ക്രോസസ് 200 crore ട്രാൻസാക്ഷൻ മൈൽസ്റ്റോൺ. ആധാർ ഫേസ് ആധികാരികത 200 കോടി ഇടപാടുകൾ കടന്ന് നാഴികക്കല്ല്. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്തയാണ്, ആധാറുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 1 വരെ ആധാർ ഫേസ് ഒതന്റിക്കേഷൻ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എത്ര ഫേസ് ഒതന്റിക്കേഷൻ ഇടപാടുകൾ നടത്തി? 200 കോടി, 2 ബില്യൺ. അതായത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഫേസ് ഒതന്റിക്കേഷൻ, മുഖത്തിന്റെ ആ ഒരു ഒതന്റിക്കേഷൻ നടത്തിക്കൊണ്ട് ആധാറിന്റെ ഇടപാടുകൾ നടത്തുക എന്നതാണ്. 200 കോടി ട്രാൻസാക്ഷൻ ആണ് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളത്. അതായത് ഡോക്യുമെന്റ്സ് ഇല്ലാതെ തന്നെ നമ്മുടെ ഫേസ് അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ആ ഒരു സിസ്റ്റം നടത്തിയിട്ടുള്ളത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഭുവനേഷ് കുമാർ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒന്നാണ് ആധാർ. 2009 ജനുവരി 28 യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായിട്ടുള്ളത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഭുവനേഷ് കുമാർ. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ സ്വാതന്ത്ര്യദിനം, ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നാളെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.